ഹേ ഗൈസ്, ഇതൊരു കുട്ടി വ്ളോഗാണ്. വ്ളോഗെന്ന് പറയാനൊന്നുമില്ല, കുറച്ചേ ഉള്ളൂ. ഞങ്ങൾ പെട്ടെന്ന് പ്ലാൻ ചെയ്തതായിരുന്നു ഒന്ന് പുറത്തു പോകാമെന്ന്. അപ്പം ഞാൻ അയച്ചു എന്തായാലും ക്യാപ്ചർ ചെയ്യാമെന്നുള്ളത്. അങ്ങനെ നമ്മൾ പോകുന്നത് വയലടയ്ക്കാണ് കേട്ടോ. ഞാൻ ഇതുവരെ വയലട പോവാത്തത് കൊണ്ടും അപ്പോൾ ഏട്ട പറഞ്ഞു ഓക്കെ നമുക്ക് അവിടെ തന്നെ പോകാമെന്ന്. ഞങ്ങൾ ഇറങ്ങുന്ന സമയത്ത് ചെറിയൊരു ചാറ്റൽ മഴ അത്രയേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. പിന്നെ അങ്ങോട്ടേക്ക് എത്തിയപ്പം മഴ തീരെ ഇല്ലാണ്ടായി. ഇതേപോലുള്ള വെള്ളച്ചാട്ടങ്ങളൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഈ കാമായിട്ടുള്ള അറ്റ്മോസ്ഫിയർ ഭയങ്കര ഒരു മൈൻഡ് ഭയങ്കര റിഫ്രഷ് ആക്കുന്ന പോലെ ഫീൽ ചെയ്യാറുണ്ട്. അങ്ങനെ ഞാൻ അവിടെ ഇറങ്ങി കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ ഏട്ടനെ കൊണ്ട് എടുപ്പിച്ചു കേട്ടോ. നമ്മുടെ ഡെസ്റ്റിനേഷനിൽ എത്തിയിട്ടുണ്ട്. വണ്ടി താഴെ വെച്ചിട്ട് നടക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ആലോചിച്ചപ്പോൾ വേണ്ടാന്ന് വിചാരിച്ചു. ഞങ്ങൾ വണ്ടി എടുത്ത് മുകളിൽ പോയി മുകളിൽ നിന്ന് അങ്ങോട്ടേക്ക് നടന്നതാണ് കേട്ടോ. നമ്മൾ ഈവനിങ് ആയ ഒരു സമയത്തായിരുന്നു കേട്ടോ അവിടേക്ക് പോയിട്ടുണ്ടായിരുന്നത്. അത്യാവശ്യം നല്ല ആൾക്കാരും ഉണ്ടായിരുന്നു. മുകളിൽ താഴേക്ക് ഇറങ്ങി വരുന്നുണ്ടായിരുന്നു കേട്ടോ. നല്ല ഭംഗിയുണ്ടായിരുന്നു ഇതിലൂടെയൊക്കെ നടക്കാൻ വേണ്ടിയിട്ട്. എനിക്ക് ഫസ്റ്റ് എക്സ്പീരിയൻസ് ആയതുകൊണ്ട് ഞാൻ എല്ലാം കൗതുകത്തോടെ ഇങ്ങനെ നോക്കി നടക്കുമായിരുന്നു. അത്യാവശ്യം അങ്ങോട്ടേക്ക് നടക്കാനുണ്ട് എന്നുള്ള കാര്യം എന്നോട് പറഞ്ഞതുമില്ല. എനിക്കാണെങ്കിൽ നല്ല ലെഗ് പെയിൻ ആയിരുന്നു കേട്ടോ. പക്ഷെ എന്നാലും ഞാൻ അത് വിട്ടു കൊടുക്കില്ല. നമ്മൾ ചാടി ഇങ്ങനെ നിൽക്കുമായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ കയറി അതിൻ്റെ മുകളിലെത്തി. ഈ ഒരു വ്യൂ പോയിൻ്റിൽ ഇരുന്നപ്പോഴാണ് അതിൻ്റെ ഭംഗി മനസ്സിലായത് കേട്ടോ. എങ്ങനെയൊക്കെയോ കഷ്ടപ്പെട്ട് കയറിയതാണ് ഞാൻ ഇതിൻ്റെ മുകളിൽ കേട്ടോ. അങ്ങനെ നമ്മൾ അവിടെ എത്തി. പിന്നെ കുറേ കഴിഞ്ഞപ്പോൾ കോട ഇറങ്ങാൻ തുടങ്ങി. നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ. അത്യാവശ്യം നല്ല ആൾക്കാരും ഉണ്ടായിരുന്നു കേട്ടോ. ആ ഒരു സമയത്ത് ഞങ്ങൾ വിചാരിച്ചു ഇങ്ങനെ മഴയല്ലേ പിന്നെ വൈകുന്നേരമല്ലേ അങ്ങനെ ആൾക്കാരൊന്നും ഉണ്ടാവില്ല എന്ന് വിചാരിച്ചു. പക്ഷേ നല്ല ആൾക്കാരുണ്ടായിരുന്നു. പിന്നെ അപ്പുറത്തൂടെ ജീപ്പിൽ ട്രക്കിങ്ങിന് ഉള്ള അങ്ങനെയുള്ള ആൾക്കാരും അങ്ങനെ കുറേ പേരുണ്ടായിരുന്നു അവിടെ. അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരം അവിടെ ഇരുന്ന് ആ കോടയൊക്കെ ഇറങ്ങുന്നത് കണ്ടു. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി ചായയൊക്കെ കുടിച്ചു. അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.